നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം 70കളിലെ താരറാണിയായ മുംതാസ് പറഞ്ഞ ബഹുഭാരിത്വത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ന്യൂസ് ചെയ്തല്ലോ. ആ ന്യൂസിൻ്റെ താഴെ കുറച്ച് കമൻസ് വന്നു. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കമൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 കമൻസിനെ കുറിച്ച് പറയാം. അതിൽ ഒരു കമൻസിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ബഹുഭാരിത്വം ഇപ്പോൾ ഇസ്ലാമിക സംവിധാനത്തിലുള്ളതാണല്ലോ, പക്ഷെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പഴയ കാലത്തെ നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന സംബന്ധം എന്ന ആചാരവുമായിട്ട് ഇതിനെ തുലനം ചെയ്ത് ന്യായീകരിക്കാനായിട്ട് നോക്കി. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അത് എന്തായാലും ആ കമൻ്റ് ഇട്ട വ്യക്തിയോട് ആദ്യമേ നന്ദി പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ന്യായീകരണ പ്രക്രിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കെ കാണപ്പെടുന്നൊരു പ്രക്രിയയാണ്. കാരണം ഈ ഒരു ബഹുഭാര്യത്വത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക മത നിയമങ്ങൾ, വ്യക്തിഗത നിയമങ്ങൾ എന്നൊരു വിഭാഗം തന്നെ ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിയമങ്ങൾക്ക് കീഴിൽ വരുന്ന പല അനാചാരങ്ങളെയും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടി ആരെങ്കിലും, അത് പ്രത്യേകിച്ച് ഇസ്ലാമിക മതത്തിൽപ്പെടാത്ത മുസ്ലിം അല്ലാത്ത ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിനെതിരെ കേരളത്തിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ള ഒരു പ്രധാന ആയുധമാണ് നായർ സമുദായത്തിൽ സംബന്ധം നിലനിന്നിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ സംബന്ധത്തെക്കുറിച്ച് ആദ്യം കുറച്ച് കാര്യങ്ങൾ ഹ്രസ്വമായി വിശദീകരിക്കാം. അപ്പോൾ ഈ സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവർ ഈ പറയുന്നതല്ല സംബന്ധം. സംബന്ധം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അതൊരു ആചാരപരമായിട്ട് നിലവിലില്ല, നിയമപരമായിട്ട് അതിന് സാധുതയുമില്ല. എന്നാൽ അത് നിലനിന്നിരുന്ന കാലത്ത് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം സ്ത്രീകൾക്ക് അക്കാലത്ത് സാധ്യമായ രീതിയിലൊരു ശാക്തീകരണം നൽകുക എന്നുള്ളതായിരുന്നു. കാരണം തെക്കൻ ഭാഗങ്ങളിലേക്കും വടക്കൻ ഭാഗങ്ങളിൽ പ്രധാനമായും ഒരു പ്രധാന മേഖലകളിലെല്ലാം ഈ സംബന്ധം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു. അതിൽ വ്യക്തമായി കാണണമെങ്കിൽ, പ്രത്യേകിച്ച് തെക്കൻ ഭാഗത്തുള്ള ഈ സംബന്ധം എന്നുള്ള ആചാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിയണമെങ്കിൽ, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും മധുപാല് സംവിധാനം ചെയ്തൊരു നല്ല സിനിമയുണ്ട്, ഒഴിമുറി എന്ന് പറയും. ശ്വേതാ മേനോനും നമ്മുടെ സിദ്ദിഖ് ലാലുമൊക്കെ അഭിനയിച്ച, ആസിഫ് അലിയുമൊക്കെ അഭിനയിച്ചൊരു മനോഹരമായൊരു സിനിമയാണ്. അത് ഈ ആചാരത്തെ സംബന്ധിച്ചാണ്. അതിൽ ശ്വേതാ മേനോൻ്റെ കഥാപാത്രം ഇത്തരത്തിലുള്ള സംബന്ധം എന്ന ആചാരത്തിലൂടെ നിരവധി തവണ കടന്നു പോകുന്ന ലാലിൻ്റെ അമ്മയായി അഭിനയിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൽ സ്ത്രീക്ക് എത്രമാത്രം അതിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സ്ത്രീയുടെ അഭിപ്രായത്തിന് മാത്രമാണ് ഒരാളെ സംബന്ധത്തിനുള്ള ഭർത്താവെന്ന് തന്നെ വയ്ക്കാം, ഭർത്താവെന്ന് ഔദ്യോഗികമായി പറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സംബന്ധക്കാരനായി സ്വീകരിക്കുന്നതും ഉപേക്ഷിക്കുന്നതും സ്ത്രീയുടെ മാത്രം തീരുമാനമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഇത്തരമൊരു ആചാരത്തെ മറ്റ് പല ആചാരങ്ങളും ചെയ്തതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവർ ഈ എടുത്തു പറയുന്നത്. 1-2 അല്ലെങ്കിൽ ചില മേഖലകളിൽ നിലനിന്നിരുന്ന ഇതിനെ ദുരുപയോഗം ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജന്മികളായി ബ്രാഹ്മണ കുടുംബങ്ങളുള്ള സ്ഥലങ്ങളിൽ, ബ്രാഹ്മണ കുടുംബത്തിൽ അന്നത്തെ ഒരു ആചാരം എന്ന് പറയുന്നത് അവിടുത്തെ ജ്യേഷ്ഠന് മാത്രമേ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ, വേളി കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അനുജന്മാർക്ക് വിവാഹം നിയമപ്രകാരം നടക്കില്ല. അതായിരുന്നു ആ ആചാരം. അപ്പോൾ അങ്ങനെ വിവാഹം സാധ്യമല്ലാത്ത അനുജന്മാർ ഈ നായർ തറവാടുകൾ സംബന്ധത്തിന് വേണ്ടി അവരെ സമീപിച്ചിരുന്നു. അവിടെയും സ്ത്രീകൾക്ക് തന്നെയായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ തീരുമാനം ആത്യന്തികമായി സ്ത്രീകളുടെ കയ്യിലായിരുന്നു. പക്ഷേ ഈ ജന്മികളുടെ പ്രൗഢി, അതായത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ജന്മികളുടെ പ്രൗഢി ബ്രാഹ്മണ കുടുംബത്തിനാണ് കൂടുതലെങ്കിൽ അവർ ബലമായി ചിലയിടങ്ങളിൽ സംബന്ധം ഉറപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു. അതിൽ ചിലതിൽ വിജയിച്ചിരുന്നു. എന്നാൽ ബ്രാഹ്മണ കുടുംബത്തിൻ്റെ സാമ്പത്തിക ശേഷിയും സ്വാധീനശേഷിയും നായർ കുടുംബത്തിനേക്കാളും കുറവായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ചെന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതികരണം ചിലപ്പോൾ ചൂലെടുത്തടിക്കുക എന്ന് പറയുന്നില്ല, ചാണകത്തിൽ മുക്കിയ ചൂല് കൊണ്ട് അടിക്കുക എന്നുള്ളൊരു പ്രയോഗം കേട്ടിട്ടില്ലേ? അത് ഇത്തരത്തിലുള്ള സംബന്ധം ചിറ്റം കൂടാൻ ചെന്നവരെ സ്വീകരിച്ചതിൻ്റെ, അതായത് സ്ത്രീകൾക്ക് താല്പര്യമില്ലാതെ ചിറ്റം കൂടാൻ ചെന്നവരെ സ്വീകരിച്ചതിൽ നിന്നാണ് അത്തരത്തിലൊരു പ്രയോഗം തന്നെ വന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആചാരത്തിൻ്റെ ഒരു ദുരുപയോഗം നിലനിന്നിരുന്നു. അത് കാലാകാലങ്ങളിൽ ഭാരതത്തിൽ ഉടനീളം നിലനിന്നിരുന്നു. ഒരു ഉദാഹരണം പറയാം. സതി എന്നൊരാചാരം നമ്മുടെ ഭാരതത്തിൻ്റെ പുരാണങ്ങളിൽ, അതായത് ഭാരതത്തിൻ്റെ മതഗ്രന്ഥങ്ങളെന്ന് പറയാവുന്ന വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ ശാസ്ത്രങ്ങളിലോ ഒന്നും തന്നെയില്ല. പക്ഷേ എന്നാൽ പുരാണങ്ങളിലുണ്ട്. മഹാഭാരതത്തിലും മറ്റു പുരാണങ്ങളിലുമെല്ലാം സതിയുണ്ട്. ഈ ഭാരതമൊട്ടാകെ അത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ അതിനെ ഉടന്തടി ചാടുക എന്ന് പറയും. ഉടൽ തടിയാക്കി ചാടുക എന്ന് പറയും. അല്ലെങ്കിൽ പ്രായോപേഷം ചെയ്യുക, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് വ്യക്തിപരമായിട്ട് ഒരു സ്ത്രീയുടെ മാത്രം തീരുമാനമായിരുന്നു. ഭർത്താവിനോട് അത്രയധികം സ്നേഹമുണ്ടെങ്കിൽ
അവർ അത് ചെയ്തിരുന്നു. ആ ഒരു ആചാരമായിട്ട് ഏറ്റവും വലിയ ഉദാഹരണം മാദ്രിയാണ് മഹാഭാരതത്തിൽ. പാണ്ഡുവിൻ്റെ രണ്ടാമത്തെ പത്നി മാദ്രി പാണ്ഡുവിനൊപ്പം ചിതയിൽ സതി അനുഷ്ഠിച്ചു. എന്നാൽ കുന്തി അനുഷ്ഠിച്ചിട്ടില്ല. കുന്തി അത് അനുഷ്ഠിക്കാൻ ആരും നിർബന്ധിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു ആചാരം കാലാന്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടു തുടങ്ങി. അതും വ്യാപകമായിട്ടൊന്നും ദുരുപയോഗം ചെയ്യപ്പെട്ടു തുടങ്ങിയില്ല. ഒരു 15-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടു. സതിയുടെ കാര്യമാണ് ഈ പറയുന്നത്. വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടിരുന്ന അവസരത്തിൽ പോലും ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇത് റെക്കോർഡിക്കലാക്കി. അവർ അതിൻ്റെ ഒരു കണക്കെടുത്തു. ആ കണക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു വർഷം നടന്നിട്ടുള്ള സതി എന്ന് പറയുന്നത് 600 ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. അതിൽ തന്നെ പലതും സ്വേച്ഛപ്രകാരം ചെയ്തതും പലതും നിർബന്ധിച്ച് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നു എന്നുള്ളൊരു രൂഢമൂലമായ വിശ്വാസം ഒരു അനാചാരമായിട്ട് തന്നെ ആചാരത്തെ മാറ്റുന്ന തരത്തിലുള്ള വിശ്വാസത്തിലൂടെ ഇത് ചെയ്തിരുന്നു. പഴയകാലത്ത് ജാതി വ്യവസ്ഥയും ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും എല്ലാം ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു തെറ്റാണ്. വീണ്ടും വീണ്ടും അതിനെ കാണിച്ചിട്ടാണ് ഇനിയും ഞങ്ങൾ അങ്ങനെയാണ് കാലം മാറിയതൊന്നും ഇതുങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളെ അവസാനിപ്പിക്കുവാനായിട്ട്, ദുരാചാരങ്ങൾ ഈ സതി പോലുള്ള ദുരാചാരങ്ങളല്ലായിരുന്നു. രാജാ റാംമോഹൻ റോയെ പോലുള്ളവരെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം അവർ പ്രവർത്തിച്ചിരുന്നത് ഈ അനാചാരങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. കാരണം ഈ അനാചാരങ്ങൾ ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വിഭാഗത്തിന്റെ ഇടയിലായിരുന്നു. ഈ സതിക്കെതിരെ രാംമോഹൻ റോയ് പ്രചരിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം ലഘുലേഖകൾ വിതരണം ചെയ്തും വാർത്തകളിൽ ഒരു ലേഖനങ്ങൾ എഴുതിയുമായിരുന്നു. പത്രമാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയുമായിരുന്നു. ഇതെല്ലാം അദ്ദേഹം ചെയ്തിരുന്നത് ഇംഗ്ലീഷിലും ബംഗാളിയിലും മാത്രമായിരുന്നു. ഈ രണ്ട് ഭാഷകളും ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഒട്ടും പ്രചാരത്തിലില്ലാത്ത ഭാഷകളാണ്. ഒന്നും അറിയില്ല. അപ്പോൾ സതിയുടെ കാര്യം ഞാൻ പറഞ്ഞത് സാന്ദർഭികമായി പറഞ്ഞത് ഈ സംബന്ധം എന്ന ആചാരത്തെ സംബന്ധിച്ച് പറയുവാൻ വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ആചാരമായിരുന്നതിനെ അനാചാരമാക്കിയും ദുരാചാരമാക്കിയും കാലാന്തരത്തിൽ മാറ്റിയവർ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും ഉജ്ജ്വലമായൊരു ഉദാഹരണം ലോകത്തിൻ്റെ മുമ്പിൽ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യത്തിലും ഹിന്ദു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ആചാരം കാലാന്തരത്തിൽ ദുരാചാരമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ മഹാരഥന്മാർ, അതിപ്പോൾ മഹാത്മാ അയ്യങ്കാളി ആവട്ടെ, ശ്രീനാരായണ ഗുരു ആവട്ടെ, ചട്ടമ്പി സ്വാമികളാവട്ടെ, മന്നത്ത് പത്മനാഭനാവട്ടെ, ഇത്തരത്തിലുള്ള മഹാരഥന്മാർ ഉയർന്നു വന്ന് അതിനെ തിരുത്തിയിട്ടുണ്ട്. ആ തിരുത്തലുകൾക്ക് ഒരിക്കലും ഹിന്ദുമതം മുഖം തിരിച്ചു നിന്നിട്ടില്ല. ചില്ലറ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ തിരുത്തലുകളെ ആത്യന്തികമായി സ്വീകരിച്ച് ഇതല്ലാതെ അനാദികാലം മുഴുവൻ വള്ളി പുള്ളി കുത്ത് കോമ മാറാതെ തുടരേണ്ട ഒരു ആചാരമായിട്ട് ഒരു ആചാരത്തെയും ഹിന്ദുമതം കണക്കാക്കുന്നില്ല. അവിടെയാണ് ഈ പ്രധാന വ്യത്യാസം വരുന്നത്. കാരണം ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് ഉള്ള ആചാരങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്ന നിയമങ്ങളാണ് അല്ലെങ്കിൽ കൽപ്പനകളാണ് എന്ന് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അനാദികാലത്തോളം വള്ളി പുള്ളി കുത്ത് കോമ മാറാതെ ഇത് തുടർന്നു പോകേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുടർന്നു പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ മതപണ്ഡിതന്മാർ പഠിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തി. ജീവിതമൊക്കെ ഇങ്ങനെ ഉദാഹരണമായിട്ട് അവരിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചര്യകൾ തന്നെയുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദമായി പോയിട്ടുള്ള ചർച്ചയിലേക്ക് പോയാൽ ഇതൊരു വീഡിയോയുടെ ദൈർഘ്യം ഒരു മണിക്കൂറുകളോളം നീണ്ടേക്കാം. പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ഈ ആചാരം എന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തം തീരുമാനപ്രകാരം ഇത് മാറ്റുവാൻ സാധിക്കില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ഇച്ഛയാണ് എന്നവരെ പറഞ്ഞ് പഠിപ്പിച്ച് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇന്നും തുടരുന്നത്. ഏതാണ്ടൊരു 100 വർഷമെങ്കിലും ആയി കാണും സംബന്ധം എന്നുള്ള ഒരു ആചാരം നിലച്ചിട്ട്. അതിനെയാണ് ഇന്നും നിലനിൽക്കുന്ന ഒരു ആചാരത്തിനെ ന്യായീകരിക്കുവാൻ വേണ്ടി എടുത്തുകൊണ്ടുവന്ന് മന്നത്ത് പത്മനാഭൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതറിയാമോ, അങ്ങനെ അറിയാമോ, ഇങ്ങനെ അറിയാമോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ എന്തായാലും ആ ചോദ്യകർത്താവിനോട് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉയർത്തിയ ചോദ്യകർത്താക്കളോട് ഞാൻ നന്ദി പറയുന്നു. കാരണം ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകുക എന്നുള്ളത് ആവശ്യകരമായൊരു കാര്യമായിരുന്നു. അതിനൊരു സന്ദർഭം ഒരുക്കി തന്നതിന് അവരോട് നന്ദിയുണ്ട്. തീവ്ര ഇസ്ലാമികവാദികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് അതിൽ വന്ന കമന്റ് അല്ലേ? അതെ, തീവ്ര ഇസ്ലാമികവാദികൾ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രകടമായ തീവ്ര ഇസ്ലാമികവാദികളുണ്ട്. ഇസ്ലാം എന്നുള്ളത് തീവ്രമായൊരു മതം തന്നെയാണ്, അതിന് സംശയമൊന്നും വേണ്ട. കാരണം ആത്യന്തികമായി സെമിറ്റിക് മതങ്ങളെല്ലാം തീവ്രമായിട്ടുള്ള മതങ്ങൾ തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും തീവ്രമായിട്ടുള്ള മതം ഇസ്ലാമാണ്. കാരണം മറ്റൊരു സെമിറ്റിക് മതമായ ക്രിസ്ത്യാനിറ്റി ആവട്ടെ അല്ലെങ്കിൽ ക്രിസ്തു മതമാവട്ടെ
കാലാന്തരത്തിൽ അത് മാറ്റങ്ങൾക്ക് നേരെ ആദ്യമൊക്കെ മുഖം തിരിച്ചു നിന്നിട്ടുണ്ടെങ്കിലും മാറ്റങ്ങളെ സ്വീകരിക്കുന്ന ഒരു മതമായി മാറിയിട്ടുണ്ട്. ലോകം എമ്പാടും ഒരു ക്രിസ്തുമത അനുയായികൾ തന്നെ ആവട്ടെ ഒരു ലിബറൽ മനോഭാവത്തിലേക്ക്, ലിബറൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കിഴക്കിൻ്റെ ലിബറലിസമാണ്, പടിഞ്ഞാറിൻ്റെ ലിബറലിസം അല്ല, ഒരു പടിഞ്ഞാറൻ രാജ്യങ്ങൾ പറയുന്ന ലിബറലിസം അല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ലിബറലിസം ഉണ്ട്. അതായത് എല്ലാത്തിൻ്റെ സർവമത സമഭാവന എന്നുള്ളൊരു ഉഡായിപ്പ് എന്ന് തന്നെ ഇപ്പോൾ ആധുനിക ഭാഷയിൽ പറഞ്ഞ ഉഡായിപ്പ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടല്ലോ, അതിൻ്റെ യഥാർത്ഥ കാമ്പ് ഉൾക്കൊള്ളുന്ന ഒരു വിശാല മനസ്കത, അതിലേക്ക് ഭാഗികമായെങ്കിലും വരുവാൻ ക്രിസ്ത്യാനിറ്റിയെ പോലുള്ള സെമിറ്റിക് മതങ്ങൾ തയ്യാറാവുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള മാറ്റവും അംഗീകരിക്കില്ല എന്നുള്ള ഒരു കൂട്ടം മതപണ്ഡിതന്മാർ ഒരു സമൂഹത്തെ തന്നെ അടക്കി ഭരിക്കുന്നത് ഇസ്ലാം മതത്തിൽ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ തിക്തഫലങ്ങളാണ് മുത്തലാഖ് നിരോധിച്ചിട്ട് പോലും, ഭാരതത്തിൽ ജനാധിപത്യപരമായിട്ട് മുത്തലാഖ് നിരോധിച്ചിട്ട് പോലും, ഭരണഘടനാനുസൃതമായി നിരോധിക്കപ്പെട്ടിട്ട് പോലും ഇപ്പോഴും പലരും മുത്തലാഖ് ചൊല്ലുവാനും അതിന് സാധുതയുണ്ടെന്ന് ധരിച്ചു വശായി മുന്നോട്ട് പോകുന്നതും. അതിൻ്റെ ഒരു കൂടിയ തിക്തഫലങ്ങളാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്. ഇപ്പോഴും മാറ്റപ്പെടാത്ത ഈ ബഹുഭാര്യത്വം, നിക്കാഹ് ഹലാല. കാരണം നിക്കാഹ് ഹലാലയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ആ വിശകലനത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. നിക്കാഹ് ഹലാല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ്. ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ഞാനൊരു മുസ്ലിം മതവിശ്വാസിയായ പുരുഷനാണ്, ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, ബിരിയാണിക്ക് ഉപ്പ് കൂടിപ്പോയി അല്ലെങ്കിൽ എരിവ് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ മുത്തലാഖ് ചൊല്ലി, നിയമപരമായിട്ട് തന്നെ മുത്തലാഖ് ചൊല്ലി എന്ന് വയ്ക്കും. ഇപ്പോഴും തലാഖ് ചൊല്ലാനുള്ള നിയമമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കി. പിന്നെ ആ തീരുമാനത്തിൽ ഞങ്ങൾ ഇരുവരും പശ്ചാത്തപിച്ച്, ആ കുട്ടിക്ക് എന്നോട് എപ്പോഴും താല്പര്യമുണ്ട്, ഞാൻ പശ്ചാത്തപിച്ച് ആ പെൺകുട്ടിയെ തിരിച്ച് ഞാൻ പുനർവിവാഹം ചെയ്യണമെങ്കിൽ ഉള്ള നിയമമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി മറ്റൊരാളെ വിവാഹം ചെയ്ത് ആ വിവാഹം പരിപൂർണമാക്കി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വിവാഹം ചെയ്യുന്ന വ്യക്തിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ വ്യക്തി സമ്മതിച്ചാൽ ആ വ്യക്തി മുത്തലാഖ് ചൊല്ലി ഇതിനു ശേഷം മാത്രമേ ആ പെൺകുട്ടിയെ എനിക്ക് പുനർവിവാഹം ചെയ്യാൻ സാധിക്കൂ. കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. കാരണം ശ്രീനിവാസനും കൊച്ചിൻ ഹനീഫയും തമ്മിലുള്ള പ്രശ്നം തന്നെ അതാണ്. ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞത് തന്നെ കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ബിരിയാണിക്ക് എരിവ് കൂടിപ്പോയെന്ന് പറഞ്ഞ് ഭാര്യയെ മുത്തലാഖ് ചൊല്ലിയ കൊച്ചിൻ ഹനീഫ തിരിച്ച് വീണ്ടും ആ ഭാര്യയെ പുനർവിവാഹം ചെയ്യുവാനായിട്ട് ഇടക്കെട്ട് കെട്ടിക്കുക എന്ന് പറയും. ഈ നിക്കാഹ് ഹലാലയ്ക്ക് ഇടക്കെട്ട് കെട്ടിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയും. ഇടക്കെട്ട് കെട്ടിക്കാനായിട്ട് സ്വന്തം സുഹൃത്തായിട്ടുള്ള ശ്രീനിവാസനെ കൊണ്ടുവരിക. ആ ഇടക്കെട്ട് കെട്ടിയ ശ്രീനിവാസൻ പിന്നെ ആ ഭാര്യയെ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നതാണ് അവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഒരു കാതൽ. കൃത്യമായിട്ട് തന്നെ കണ്ടുപിടിച്ചു. അതില്ല. വേറൊരു രസകരമായിട്ടുള്ള കമന്റ്സ് എന്ന് വെച്ചാൽ പുരാണ കഥാപാത്രമായ പാഞ്ചാലിയൊക്കെ ഇവരിത് ന്യായീകരിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശരിയാണ്. ബഹുഭാര്യത്വത്തിന് എതിരായിട്ട് ഇപ്പോൾ ബഹുഭർത്തൃത്വമുണ്ട് എന്ന് കാണിക്കാനാണ് ഈ പാഞ്ചാലി എന്ന കഥാപാത്രത്തെ മഹാഭാരതത്തിൽ നിന്ന് ഇവരെടുത്തു കൊണ്ടുവരുന്നത്. പാഞ്ചാലിയെ സംബന്ധിച്ച് ഇവർ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. പാഞ്ചാലി അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംബന്ധത്തിലുള്ളൊരു സ്ത്രീകൾക്കുള്ളൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആത്യന്തികമായിട്ടുള്ള തീരുമാനം സ്ത്രീകളുടെ ആയിരിക്കുമെന്നുള്ളത്. പാഞ്ചാലി സ്വയംവരത്തിൻ്റെ ആ ഒരു രംഗം മുഴുവനായിട്ടൊന്ന് ആലോചിച്ച് നോക്കും. മഹാഭാരതത്തിലുള്ള, അത് കഴിഞ്ഞിട്ട് മഹാഭാരതത്തിൻ്റെ ഫാൻ ഫിക്ഷനുകൾ എഴുതിയ കാര്യമല്ല ഞാൻ പറയുന്നത്. മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ വ്യാസമഹാഭാരതത്തിലെ പാഞ്ചാലി സ്വയംവരം ആലോചിച്ച് നോക്കൂ. കർണൻ മുതൽ ദുര്യോധനൻ, ജരാസന്ധൻ മുതലായ പ്രതാപികളെ പാഞ്ചാലി ഒഴിവാക്കുന്നുണ്ട് സ്വേച്ഛപ്രകാരം. അർജുനനെ വിവാഹം കഴിക്കുവാൻ സമ്മതിക്കുന്നു. അതിനുശേഷം അതിസുന്ദരിയായ പാഞ്ചാലി കാരണം പാണ്ഡവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടാകരുത് എന്ന് കരുതി കുന്തി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് ഇവർ 5 പേരും. അതിനെ ഒരു കാരണമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഭിക്ഷ എന്ന് പറയുമ്പോൾ അത് 5 പേരും ഒരു തുല്യമായി ഭാഗിച്ചെടുത്തോളൂ എന്ന് പറയുന്ന അമ്മയുടെ വാക്ക് പാഴാക്കരുത്, അതിനുള്ളൊരു ന്യായമായി പറയുന്നു എന്ന് മാത്രം. എന്നാൽ അതിലും ആത്യന്തികമായി വ്യാസനും ശ്രീകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർ പാഞ്ചാലിയോടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ചെയ്തുകൂടെ? അതിന് ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനെയും പരമശിവനെയൊക്കെ വിശ്വസിക്കുന്നവർ അതിൻ്റെ പാഞ്ചാലിയുടെ പുനർജന്മത്തിൻ്റെ കഥയും വിശ്വസിക്കണം. മുൻജന്മത്തിൽ ശ്രീ പരമേശ്വരനോട് 5 തവണ 5 ഗുണങ്ങളുള്ള ഭർത്താക്കന്മാരെ വേണമെന്ന് പ്രാർത്ഥിച്ച പാഞ്ചാലിക്ക് ലഭിച്ച വരമാണ് 5 ഭർത്താക്കന്മാർ. ഇനി അതിൻ്റെ ഒരു ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ട്, ആത്മീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ദിവ്യമായ കാര്യങ്ങളെല്ലാം വിട്ട്
ലൗകികമായ കാര്യങ്ങളിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ തീരുമാനമായിരുന്നു. അതിനവസാനം സമ്മതം മൂളുന്നതും പാഞ്ചാലിയായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണ്? ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഇവരെല്ലാം മറ്റു വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ മഹാഭാരതത്തിൽ പാഞ്ചാലിയെ മഹാറാണിയാക്കിയ യുധിഷ്ഠിരൻ പാഞ്ചാലി അല്ലാതെ മറ്റൊരു ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല. അവിടെയും അങ്ങനെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു മാനുഷിക ബന്ധമാണ്. ഇനി അതിനേക്കാളും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നു മുതൽ ഭാരതത്തിലെ സ്ത്രീകളെല്ലാം പാഞ്ചാലി ചര്യയായി 5 ഭർത്താക്കന്മാരെ സ്വീകരിച്ച് ജീവിച്ചോണമെന്നുള്ള ഒരു നിർബന്ധം പാഞ്ചാലി ചര്യ എന്നുള്ളൊരു ചര്യ നിലവിലില്ല. എന്നാൽ ഈ അനാചാരങ്ങൾ ആയി മാറുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആചാരങ്ങൾ അനാചാരങ്ങളാവുന്നു, പിന്നെ അത് ദുരാചാരങ്ങളാവുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള കഥകളെ അല്ലെങ്കിൽ അതിൻ്റെ ഈ ഫാൻ ഫിക്ഷൻ പോലെ ഉപകഥകളെ എടുത്ത് അത് പിന്തുടർന്ന് വരുന്ന ചില സമൂഹങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. കാരണം ചേട്ടനും അനുജനും ഒരേ ഭാര്യയിൽ തന്നെ വിവാഹം കഴിക്കുന്ന ചില സമൂഹങ്ങൾ ഒരുപാട് വെങ്കലം സിനിമയിലൊക്കെ കണ്ടിരുന്നത് പോലെ ചേട്ടനും അനുജനും ഒരേ ഭാര്യയെ തന്നെ സ്വീകരിക്കുന്ന ഒരു രീതി പിന്തുടർന്നിരുന്ന ചില സമൂഹങ്ങളുണ്ടായിരുന്നു. ആ ആചാരം അനാചാരമായി ദുരാചാരമായി മാറിയപ്പോൾ അതിനെയും തിരുത്താൻ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് ആളുകൾ വന്നത്. അല്ലാതെ ഒരു മിഷണറിയും കടൽ കടന്ന് വന്നിട്ടില്ല. ഒരു പാതിരിയോ അല്ലെങ്കിൽ ഒരു മൗലവിയോ കടൽ കടന്ന് വന്നിട്ട് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുകയല്ലായിരുന്നു. ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇത് തെറ്റാണ്, അന്ന് ചെയ്തിരുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്, ഇന്ന് ചെയ്യാൻ അത് പാടില്ല. കാരണം ഈ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ ശ്രീകൃഷ്ണൻ തന്നെ അർജുനനോട് പറയുന്നത്, ഇത്രയും നീളത്തിലും വലിപ്പത്തിലും ഗീതോപദേശം നൽകിയിട്ട് അവസാനം ഭഗവാൻ അർജുനനോട് പറയുന്നത്, ഇത്രയും ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ പല ജന്മങ്ങളിലൂടെ ഞാൻ നേടിയ അറിവുകളും എൻ്റെ ബോധ്യവും വെച്ചാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നീ ചിന്തിച്ചു നോക്കുക ഈ കാര്യങ്ങളെക്കുറിച്ച്, എന്നിട്ട് നിനക്ക് ഉത്തമ ബോധ്യമായെങ്കിൽ മാത്രം നീ ഇത് സ്വീകരിക്കുക. ഭഗവാനാണ് ഭക്തനോട് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ഉത്തമമായ ബോധ്യം വന്നുവെങ്കിൽ മാത്രം നീ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിന്റെ മനസ്സിന് തോന്നുന്നത് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യുക. ഇതാണ് ഹൈന്ദവ ധർമ്മത്തിലെ ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം. അടിസ്ഥാനപരമായിട്ട് വളരെ സരളമായി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അടിസ്ഥാന മാനുഷിക മൂല്യങ്ങളല്ലാതെ മറ്റൊന്നും മാറ്റമില്ലാതെ തുടരുകയേയില്ല ഓരോ കാലത്തും. കാരണം ഏകപത്നി വ്രതനായിരുന്ന ശ്രീരാമൻ, അതിനുശേഷം വന്ന ശ്രീകൃഷ്ണന് 8 ഭാര്യമാരുണ്ടായിരുന്നു. 16,008 എന്ന് പറയുന്ന കണക്കുകളൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. 8 ഭാര്യമാരുണ്ടായിരുന്നു. ശ്രീരാമൻ്റെ പിതാവായിരുന്ന ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. ഇതൊന്നും ഒരു രാമചര്യയോ കൃഷ്ണചര്യയോ ആയിട്ട് ആയുഷ്കാലം മുഴുവൻ തുടരാൻ അവർ പറയുന്നില്ല. പക്ഷെ അവർ ഉപദേശിക്കുന്ന ചില ധർമ്മങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീതയാവട്ടെ, രാമൻ ഒരു ധർമ്മത്തിൻ്റെ വിഗ്രഹമായി പ്രവർത്തിച്ച രീതിയാകട്ടെ, ഒരു പുരുഷോത്തമനായി ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ചതാവട്ടെ, ഇതെല്ലാം കാലാകാലങ്ങളിൽ അനുകരണീയമായ മാതൃകകളായി അല്ലെങ്കിൽ പിന്തുടരാവുന്ന ഉപദേശങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതും ഉപദേശങ്ങളായി. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്, നിനക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നീ ഇതിനെ സ്വീകരിക്കുക, അല്ലാതെ നിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നീ ഇത് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതാണ് പാഞ്ചാലിയുടെ കാര്യത്തിലുള്ള ഉത്തരം. വ്യക്തമായെന്ന് കരുതുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.